എവരിവൺ, വെൽക്കം ടു ആരോഹണംസ്. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നല്ലോ അല്ലേ? അപ്പോൾ കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഇന്ന് ഞാൻ വാട്ടർ മെലണും കൊണ്ടാണ് വന്നിരിക്കുന്നതെന്ന്. യെസ്, വാട്ടർ മെലൺ ധമാക്ക. പുറത്ത് നല്ല ചൂടാണ്, അപ്പം നല്ല തണുത്ത വാട്ടർ മെലൺ ജ്യൂസ് കിട്ടിയാൽ നമുക്ക് എന്തായാലും കുടിക്കാൻ തോന്നും. അപ്പോൾ അതൊരു വെറൈറ്റി ടേസ്റ്റ് ആയാലോ? നമുക്കറിയാം വാട്ടർ മെലണിൽ ധാരാളം വാട്ടറാണ് അടങ്ങിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ സമ്മറിൽ നമ്മൾ കഴിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ഫ്രൂട്ട്, എപ്പോഴും കഴിക്കുന്ന ഒരു ഫ്രൂട്ടാണ് തണ്ണിമത്തൻ. അപ്പോൾ നമുക്ക് ഈ വാട്ടർ മെലൺ നല്ല ഡിലീഷ്യസ് ആയിട്ട് എങ്ങനെ മൊജിറ്റോസും ജ്യൂസും ഒക്കെ ഉണ്ടാക്കണേന്ന് നമുക്ക് നോക്കാം. നല്ല പാകമായ മധുരമുള്ള വാട്ടർ മെലൺ ആണ് എനിക്കിവിടെ കിട്ടിയിരിക്കുന്നത്. അപ്പം ഞാൻ ആദ്യം തന്നെ ഇതിൻ്റെ അകത്ത് ഡെക്കറേറ്റ് ചെയ്യാനായിട്ട് കുറച്ച് പീസുകളെടുത്ത് മാറ്റി വെക്കുവാണ്. ബാക്കിയുള്ളത് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് അറിയാം, ജ്യൂസ് അടിക്കുമ്പോൾ കുരു അതിൻ്റെ അകത്ത് നിന്ന് മാറ്റി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ എളുപ്പമായിരിക്കും. അപ്പോൾ ഞാൻ അതിൻ്റെ പാകം അനുസരിച്ച് കുരു ഉള്ള ഭാഗം വെച്ച് കട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ആ കുരു അതിൽ നിന്ന് മാറ്റിയെടുക്കാൻ പറ്റും കേട്ടോ. എല്ലാവർക്കും അറിയായിരിക്കും, അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞത് കേട്ടോ. അപ്പോൾ ഞാൻ അതിൻ്റെ അകത്ത് നിന്ന് കുരുവൊക്കെ റിമൂവ് ചെയ്ത് ഒരു ബൗള് എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. നമുക്കിനി ഇതൊന്ന് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് അടിച്ചെടുക്കാം കേട്ടോ. വേറെ ഇൻഗ്രീഡിയൻസും ഇതിൽ ചേർക്കാനുള്ളത് കൊണ്ടാണ് ഞാൻ ഇതിൽ ഷുഗർ ചേർക്കാത്തത് കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൽ തന്നെ ഷുഗർ ഇട്ടിട്ട് അടിച്ചെടുക്കാം. ഫസ്റ്റ് നമുക്ക് സിമ്പിളായ ലെമൺ ഫ്ലേവറുള്ള വാട്ടർ മെലൺ ജ്യൂസ് ഉണ്ടാക്കാം. അപ്പോൾ അതിനായി നമുക്കൊരു ഗ്ലാസ്സിൽ കുറച്ച് വാട്ടർ മെലൺ പീസസ് ഡെക്കറേഷൻ ഇടാം. അതിന് ഡെക്കറേഷന് തന്നെ ഒരു ലെമൺ കട്ട് ചെയ്ത് വെച്ചത് അതും ഒന്ന് വെച്ച് കൊടുക്കാം. ഒപ്പം അതിലേക്ക് നമുക്കൊരു പുതിന ലീവ്സ് ഇടാം. പിന്നെ നമുക്ക് കുറച്ച് ജ്യൂസ് അതിൻ്റെ അകത്തേക്ക് ആഡ് ചെയ്യാം. ഇതിലൊരു ലെമൺ ഫ്ലേവർ ആണ് ഓൾറെഡി വരിക. അത് ഞാൻ കുറച്ചുകൂടെ ലെമൺ ജ്യൂസ് അതിലേക്ക് സ്ക്യൂസ് ചെയ്യുവാണ്. പിന്നെ കുറച്ച് ഷുഗർ സിറപ്പും കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. എൻ്റെ വാട്ടർ മെലൺ നല്ല മധുരമുള്ളതായിരുന്നു, അതുകൊണ്ട് തന്നെ കുറച്ച് സിറപ്പേ ഞാൻ ആഡ് ചെയ്യുന്നുള്ളൂ. നിങ്ങൾക്ക് വാട്ടർ മെലൺ ഇത്രയ്ക്കും മധുരമുള്ളതല്ലെങ്കിൽ കുറച്ചുകൂടെ ഷുഗർ സിറപ്പ് ആഡ് ചെയ്യണം കേട്ടോ. ഇതിൻ്റെ ടേസ്റ്റ് ചെറിയൊരു പുളിരസം കൂടിയ ഒരു വാട്ടർ മെലൺ ടേസ്റ്റാണ്. നല്ല റിഫ്രഷിംഗ് ആണ്. പക്ഷേ പുളിപ്പ് ടേസ്റ്റ് ഇഷ്ടമില്ലാത്തവരാണെങ്കിൽ ഒരു ലൈറ്റായിട്ട് ലെമൺ ചേർത്താൽ മതി. സെക്കൻഡ് വൺ, നമുക്കൊരു ജിഞ്ചർ ഫ്ലേവർ ഉണ്ടാക്കാം. പ്രൊസീജിയർ സെയിം ആയതിൻ്റെ പേരിൽ ഞാൻ ഒന്ന് ഓടിച്ച് പറയാം. വാട്ടർ മെലണും പുതിനയും ഗ്ലാസ്സിലേക്ക് ഇടുക. കുറച്ച് ലെമൺ ജ്യൂസ് നമുക്ക് സ്ക്യൂസ് ചെയ്യാം. കുറച്ച് മതി, ഒരുപാട് സോർ ടേസ്റ്റ് ആയാൽ അതൊരു ഫ്ലേവർ വ്യത്യാസം വരും. അതിലേക്ക് കുറച്ച് ജിഞ്ചർ സിറപ്പ് ആഡ് ചെയ്യാം. ജിഞ്ചറും ചെറിയൊരു കഷ്ണം ജിഞ്ചർ, അത് ഇത്ര ഉള്ളൊരു കഷ്ണം ജിഞ്ചറും കുറച്ച് ഷുഗറും കൂടെ അരച്ച് ഫിൽറ്റർ ചെയ്തെടുത്തതാണ്. അതിലേക്ക് നമുക്ക് 2 ഐസ് ക്യൂബ്സും കൂടി ഇട്ടതിന് ശേഷം വാട്ടർ മെലൺ ജ്യൂസ് ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് കുറച്ച് ഷുഗർ സിറപ്പ് കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക. വാട്ടർ മെലന് മധുരം കൂടുതലുള്ളത് കൊണ്ട് കുറച്ചേ ഞാൻ ആഡ് ചെയ്യുന്നുള്ളൂ. നിങ്ങൾക്ക് മധുരം അനുസരിച്ച് ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് നല്ല ടേസ്റ്റാണ്. ജിഞ്ചറിൻ്റെ ഫ്ലേവറും വാട്ടർ മെലൻ്റെ ആ ഒരു മധുരമൊക്കെ കൂടെ മിക്സ് ആകുമ്പോൾ നല്ല എനർജിയാണ് നമുക്കിത് കുടിക്കുമ്പോൾ കേട്ടോ. നല്ല ടേസ്റ്റാണ്. തേർഡ് വൺ എൻ്റെ ഫേവറേറ്റ് ആണ്. നമുക്കതെങ്ങനെ ഉണ്ടാക്കണേന്ന് നോക്കാം. അപ്പോൾ ഒരു ഗ്ലാസ്സിലേക്ക് നമുക്ക് കുറച്ച് വാട്ടർ മെലൺ പീസസ് ആഡ് ചെയ്യാം. അതിലേക്ക് പുതിന ആഡ് ചെയ്യാം. നേരത്തെ ജ്യൂസിൻ്റെ പോലെയല്ല, കുറച്ചുകൂടെ ആഡ് ചെയ്യണം അതിന് ആ ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട്. ഒരു ഇലയും കൂടെ ഞാൻ ആഡ് ചെയ്യുവാണ് കേട്ടോ. ഇനി അതിലേക്ക് നമുക്ക് ഷുഗർ സിറപ്പ് ആഡ് ചെയ്യാം. ഇനി ഇതിലേക്ക് നമുക്ക് മെയിൻ ഇൻഗ്രീഡിയൻസ് ആയ റാസ്ബെറി ജ്യൂസ് ഒഴിച്ചു കൊടുക്കാം. റാസ്ബെറി ജ്യൂസും ബ്ലൂബെറി ജ്യൂസും സെയിം ടേസ്റ്റാണ് നൽകുന്നത്. ഇത് 5 സ്പൂണാണ് ഞാൻ ഈ ഗ്ലാസ്സിലേക്ക് മെഷർ ചെയ്ത് ഒഴിച്ചപ്പോൾ കിട്ടിയത്. ആ ഒരു മെഷർമെൻറ്റിൽ തന്നെ ആഡ് ചെയ്ത് കൊടുക്കണം. കാരണം എന്താണെന്നറിയോ, മെഷർമെൻറ്റ് കൂടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിനൊരു മെഡിസിനൽ ടേസ്റ്റ് ആയിരിക്കും, സിറപ്പൊക്കെ കുടിക്കുന്ന പോലത്തെ ടേസ്റ്റ് ആയിരിക്കും വരാം. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കറക്റ്റ് മെഷർമെൻറ്റിൽ ഒഴിക്കണം. അല്ലെങ്കിൽ ചിലപ്പോൾ അതിൻ്റെ ടേസ്റ്റ് മാറിയാൽ എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ല. ബെറീസൊക്കെ ഇപ്പോൾ എല്ലാവർക്കും കിട്ടുന്നുണ്ട്. അത് കിട്ടാത്തവരാണെന്നുണ്ടെങ്കിൽ പൊമഗ്രനേറ്റോ ഗ്രേപ്പ് ജ്യൂസോ വേണമെങ്കിൽ ഇത് പകരം യൂസ് ചെയ്യാം. ഒരുപാട് പുളി ഇല്ലാത്തത് നോക്കിയിട്ട് യൂസ് ചെയ്യാം. എടുത്തു വെച്ചിരിക്കുന്ന വാട്ടർ മെലൺ ജ്യൂസും നമുക്ക് അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇത് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം, നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ. ഇത് വാട്ടർ മെലൻ്റെ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഏതൊരു ഫ്ലേവറിൻ്റെ കൂടെ മിക്സ് ചെയ്ത് കഴിച്ചു കഴിഞ്ഞാൽ ഒരു വെറൈറ്റി ടേസ്റ്റാണ് നമുക്ക് എപ്പോഴും തരാം, ഒരു ന്യൂ ടേസ്റ്റ് തരും. ഈവൻ ഇത് മാത്രമല്ല കേട്ടോ, പാലൊഴിച്ച് നമുക്ക് ഉണ്ടാക്കാം വാട്ടർ മെലൺ ജ്യൂസ്, ചില്ലീസ് ഇട്ടിട്ട് ഉണ്ടാക്കാം. അതൊക്കെ ഒരു വെറൈറ്റി ടേസ്റ്റാണ് തരുന്നത്. നിങ്ങൾ ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഞാൻ ആകെ ഇതിൻ്റെ അകത്ത് എൻ്റെ ഇഷ്ടപ്പെട്ട 4 ഫ്ലേവറേ ഇതിൽ കാണിക്കുന്നുള്ളൂ. അപ്പോൾ അത് റെഡിയായി. ഇനി നമുക്ക് അടുത്തത് നോക്കിയാലോ. സെയിം പാറ്റേൺ ആയതിൻ്റെ പേരിൽ ഞാൻ ഒന്ന് ഓടിച്ച് കാണിച്ചു തരാം. വാട്ടർ മെലൺ പീസസും പുതിന ഇലയും ആഡ് ചെയ്യുവാണ്. ഞാൻ അതിലേക്ക് ലെമൺ ഒഴിക്കുന്നില്ല. അതിന് പകരമായിട്ട് റാസ്ബെറി ജ്യൂസ് ഒരു 3 സ്പൂൺ ഉണ്ടാകും, അത് ആഡ് ചെയ്യുന്നുണ്ട്. ചെറിയ ഗ്ലാസ് അല്ലേ അതുകൊണ്ട്. പിന്നെ ഞാൻ കുറച്ച് ഷുഗർ സിറപ്പും ആഡ് ചെയ്യുവാണ്. നേരത്തെ ഉണ്ടാക്കിയ ജ്യൂസിലേക്ക് നമ്മൾ നേരെ ജ്യൂസ് ഒഴിച്ചു കൊടുക്കുമായിരുന്നില്ലേ? പക്ഷേ ഇതിൻ്റെ അകത്തേക്ക് അങ്ങനെയല്ല, നമുക്കൊന്ന് ഫിൽറ്റർ ചെയ്തെടുക്കാം കേട്ടോ. ആ ജ്യൂസ് മാത്രം മതി, അതിൻ്റെ ആ പൾപ്പൊന്നും ആവശ്യമില്ല.
നമ്മൾ ഇനി അതിൻ്റെ അകത്തേക്ക് 2 ഐസ് ക്യൂബ്സ് കൂടെ ഒന്ന് ആഡ് ചെയ്തതിന് ശേഷം ഈ ജ്യൂസ് ഒന്ന് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് അതിലേക്ക് സോഡ വാട്ടർ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഒരു നല്ലൊരു വെറൈറ്റി ടേസ്റ്റ് ആയിരിക്കും. നമ്മൾ വാട്ടർമെലൺ ജ്യൂസ് കുടിക്കുന്ന പോലെയല്ല, ഇതൊരു ഫ്ലേവർ ആയിരിക്കും വരെ. വാട്ടർമെലൻ്റെയും റാസ്ബെറി ജ്യൂസിൻ്റെയും ഒരു ഫ്ലേവർ ആയിരിക്കും ഇതിൽ നമുക്ക് കിട്ടുക. ഞാനിതിലൊരു പുതിനയുടെ ഇല മാത്രം വെക്കുന്നുള്ളൂ. വേണമെങ്കിൽ ഒരു പച്ചമുളക് കൂടെ കീറി അതിലേക്കൊന്ന് മുക്കി വെക്കാം കേട്ടോ, നല്ല ടേസ്റ്റാണ്. നമുക്കിനി ഇതൊക്കെ ഒന്ന് നല്ലോണം മിക്സ് ചെയ്ത് കുടിച്ചു നോക്കാം. കാരണം ഷുഗറും സിറപ്പും ഒക്കെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കിടക്കുമായിരിക്കും. ഈ ഫ്ലേവറൊക്കെ ഒന്ന് മിക്സ് ചെയ്ത് നമുക്കൊന്ന് കഴിക്കാം കേട്ടോ. അപ്പം എൻ്റെ വെറൈറ്റി വാട്ടർമെലൺ ജ്യൂസ് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. തീർച്ചയായിട്ടും നിങ്ങൾ ഇത് മാത്രമല്ല വേറെ ഫ്ലേവേഴ്സ് ഞാൻ ഇടയിൽ പറഞ്ഞ ഫ്ലേവേഴ്സൊക്കെ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റാണ്. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ എന്നെ അറിയിക്കണം. ലൈക്കും കമൻറ്റും ഒന്നും ചെയ്യാൻ മറക്കരുത്. എല്ലായ്പ്പോഴും പറയുന്നത് പോലെ ആദ്യമായിട്ട് തന്നെ ഒരു ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. താങ്ക് യു സോ മച്ച്. ഇനിയൊരു വീഡിയോയുമായി വരുന്നത് വരെ ബൈ ബൈ, ടേക്ക് കെയർ.